ഹായ് ഫ്രണ്ട്സ്, പ്രണവാൻ പൃഥ്വി ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാട്ടിൽമേക്കാവിൽ അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ ഐതിഹ്യങ്ങളുമാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത്. കായലിലും കടലിലും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽമേക്കാവിൽ ദേവീക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജങ്കാറിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽമേക്കാവിൽ ദേവീക്ഷേത്രം. മണികെട്ടമ്പലം എന്ന ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 18 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ആദിപരാശക്തിയും മാതൃദൈവവുമായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ. ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്തു കെട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ്. മനസ്സിൽ ന്യായമായ എന്താഗ്രഹിച്ചുകൊണ്ട് മണി കെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം. കേരവൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ മുകൾപ്പരപ്പിന് നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയൊരുക്കുന്നു. 2004 സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസര പ്രദേശം മുഴുവനും കടൽക്ഷോഭത്തിന് ഇരയായിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. കാട്ടിലമ്മ അല്ലെങ്കിൽ കാട്ടിൽമേക്കാവിലമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ധാരികാവധം കഴിഞ്ഞ ഭാവം ഉഗ്രമൂർത്തിയാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവിയാണ് ഇതെന്ന ഐതിഹ്യം. മഹാഗണപതി, ദുർഗ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആചാരമാണ് മണികെട്ടൽ. ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേക പൂജിച്ചു തരുന്ന മണി ഇവിടെയുള്ള പേരാലിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മരത്തിനു ചുറ്റും 7 തവണ ദേവീ നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്തതിനു ശേഷമാണ് മണി കെട്ടുക. ഇങ്ങനെ 3 തവണ വന്ന് കെട്ടണമെന്നാണ് വൈഫ്. ആയിരക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ ഇവിടെ എത്തി ആഗ്രഹം പൂർത്തിയാക്കുന്നു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കുവാൻ തമിഴ്നാട്, കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു. ഉത്സവ സമയത്ത് ഭക്തർക്ക് വസിക്കുവാനായി ആയിരക്കണക്കിന് കുടിലുകളാണ് ക്ഷേത്ര പരിസരത്ത് നിർമ്മിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റംപാട്ട്, വിശേഷാൽ പൂജകൾ, അന്നദാനം, തങ്കയങ്കി ഘോഷയാത്ര, വൃശ്ചിക പൊങ്കൽ, തിരുമുടി ആറാട്ട് എന്നിവ നടത്താറുണ്ട്. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, ജന്മനക്ഷത്ര ദിവസം, മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതി തുടങ്ങിയ ദിവസങ്ങൾ ദർശനത്തിന് അനുയോജ്യം. പൊതുവെ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് കാണാം. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽമേക്കാവിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. മണിനേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഉദ്ദിഷ്ട കാര്യത്തിനായാണ് ഈ നേർച്ച. അഭീഷ്ട സിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്നൊരു മണി താഴെ വീണു. ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധി ഉണ്ടായി. കൂടാതെ ദേവീ പ്രശ്നത്താൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവീ പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു. ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്ന് 30 രൂപ നൽകിയാൽ രസീത് ലഭിക്കും. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ 7 തവണ പ്രദക്ഷിണം വെക്കുക. അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിന്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടാവുന്നതാണ്. 7 മാസമോ 7 ആഴ്ചയോ 7 ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സഫലമാകുമെന്നാണ് ഭക്തർ പറയുന്നത്. ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാല ഇടുന്ന പതിവുമുണ്ട്. മണി കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ ഇത്ര ദിവസമോ വന്ന് മണി കെട്ടണമെന്നോ നിഷ്ഠയില്ല. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. 1 തൊട്ട് 1000 മണികൾ കിട്ടുന്നവർ വരെ ഉണ്ട്. ഭക്തന്റെ വിശ്വാസമാണ് പ്രധാനം. ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ മണിയും. അതിനാൽ ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല. ചരട് ദ്രവിച്ചു വീഴുന്ന മണികൾ യഥാസമയം മാറ്റും. ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുർശതം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതത്താണിത്. ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമത്രേ. ആയതിനാൽ ഒരാണ്ടിൽ മാത്രം ലഭിക്കുന്ന ഭഗവതിയുടെ മഹാനിവേദ്യം
എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതിന് ദേവസ്വം കൗണ്ടറിൽ മുൻകൂട്ടി രസീത് ആക്കേണ്ടതാണ്. കുടുംബ ഐശ്വര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമായി നാണയപ്പറ, എല്ലാ ദിനവും നടത്താവുന്ന അറനാഴി, മഹാനിവേദ്യം, പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തിക്കും ഉണർവിനും തേജസ്സിനും വേണ്ടി നടത്തുന്ന ദക്ഷാക്ഷരി ഹോമം എന്നിവയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. മണികെട്ട് പോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ദേവിയുടെ തിരുമുൻപിലെ പൊങ്കാല. ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ എത്ര മണി കെട്ടുകയോ പൊങ്കാല സമർപ്പിക്കുകയോ രണ്ടും ഒരുമിച്ച് നടത്തുകയോ ആകാം. പൊങ്കാലയും മണികെട്ട് നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തുവാൻ കഴിയുന്നതാണ്. സന്താന ഭാഗ്യം ലഭിക്കാനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്ന പതിവുമുണ്ട്. ഇതുവഴി സന്താന ഭാഗ്യം സിദ്ധിച്ച ഭക്തർ അനവധി എന്നത് തന്നെ അമ്മയുടെ അനുഗ്രഹം എന്നാണ് ഊട്ടിയുറപ്പിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ 1 മുതൽ 12 ദിവസങ്ങളാണ് ഇവിടുത്തെ ഉത്സവം. 1001 കുടിലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്ത് ഉയരും. കുടുംബസമേതം കുടിൽ കെട്ടി ഭജനം ഇരിക്കുന്ന ഭക്തർ 3 നേരം ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കണമെന്നാണ് ചിട്ട. വൃശ്ചികം 12 നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്ത് കണ്ട് തൊഴുത ശേഷമേ ക്ഷേത്ര പരിസരം വിട്ടുപോകാവുള്ളൂ. ഈ 12 ദിനവും ഓരോ കുടിലിലും സന്ധ്യാവിളക്ക് തെളിക്കാറുണ്ട്. ക്ഷേത്ര ഐതിഹ്യം മനകളുടെ നാടെന്നാണ് പന്മന അറിയപ്പെടുന്നത്. അതിൽ കാട്ടിൽ പടിയിറ്റ എന്ന കുടുംബമാണ് ദേവി ചൈതന്യം ചമ്പക്കുളത്ത് നിന്ന് എത്തിച്ചതെന്നാണ് വിശ്വാസം. ദേവി മാലയിൽ എന്ന തറവാട്ടിലെ കെടാവിളക്ക് കണ്ട് തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും ഈ കെടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത്. കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ ഒരു അത്ഭുതമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പങ്ക് 2 കുളമുണ്ടായിരുന്നു. ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന ക്ഷേത്ര ആവശ്യങ്ങൾക്കും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ്. അതിന്റെ പിന്തുടർച്ച എന്നോണം ഇപ്പോഴും 5 കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്ത് കാണാം. ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനമുണ്ട്. അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾ അമ്മയുടെ അന്നം കഴിച്ചാണ് മടങ്ങുക. ഇതും ഒരു അനുഗ്രഹമായാണ് ഭക്തർ കരുതുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിന്റെ ആദ്യ മഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽമേക്കാവിൽ ക്ഷേത്രം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടെ എത്തുന്ന അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കാണ്. അവരുടെ മോഹങ്ങളുടെ മണികിലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടെ ആകെ തങ്ങി നിൽക്കുന്നു.